നമ്മള് ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതിന് വിമർശിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അവര് കാണിച്ചു കൂട്ടുന്നതിനെ അത്രയും നെഗറ്റീവായിട്ട് തന്നെയാണ് ആൾക്കാർ പറഞ്ഞേക്കുന്നതും റിവ്യൂ ചെയ്തേക്കുന്നതൊക്കെ. അവർക്ക് എന്നാൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറഞ്ഞ നിമിഷം മുതല് രേണുസുതി എന്തേലൊക്കെ കാണിക്കട്ടെ, എന്തേലൊക്കെ ചെയ്യട്ടെ എന്ന് കരുതി ആ വീഡിയോ ചെയ്യുന്നതൊക്കെ നിർത്തിയതാണ് ഞങ്ങൾ കുറെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര്. ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരു പോസ്റ്റ്, പലതന്തയ്ക്കുണ്ടായ ഒരു മോൻ ഇട്ട ഒരു പോസ്റ്റ്, രേണുസുതിയുടെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ട ഒരു പോസ്റ്റ്. ഇട്ടവന്റെ പേര് എന്ന് പറയുന്നത് സിബി ചിരിക്കുടുക്ക എന്നാണ്. എടാ പുന്നാര മോനെ, നിനക്ക് ആരുടെങ്കിലൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഇട്ടേ പറ്റൂ എന്ന രീതിയിൽ മുട്ടി നിൽക്കുവാണെങ്കിൽ വീട്ടിൽ നിന്നെ ഉണ്ടാക്കിയ അച്ഛനും അമ്മയും ഇല്ലേ, അവരുടെ ഫോട്ടോ എടുത്ത് വെക്കണം. അതല്ലെങ്കിൽ കൂടപ്പറപ്പുകളായിട്ട് വല്ല പെങ്ങളോ ആങ്ങളെയോ എന്തേലും ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് വെക്കണം. അതും അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുത്ത് വെക്ക്. നിനക്ക് കുറച്ച് സന്തോഷം കിട്ടട്ടെ. അല്ല, നിനക്ക് മുട്ടി നിൽക്കുവല്ലേ, ആരേലൊക്കെ ഫോട്ടോ വെച്ചിട്ട് നിനക്ക് ഇട്ടാ പോരെ. അപ്പൊ സ്വന്തം കുടുംബത്തിലുള്ള ഫോട്ടോ തന്നെ ആകുമ്പോ നിനക്ക് അത്രയും സന്തോഷം കിട്ടും. എന്തിനാടേ വേറെ വല്ലവരുടെയും ഫോട്ടോ വെച്ചിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നേ? അവർക്കൊരു അസുഖം വന്നു, അവർ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇതിന്റെ പേരിലാണ്. ഇതൊക്കെ പുറത്ത് വന്നതിന് ശേഷമാണ് ഇവർ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയ്ക്കാണെന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും അവരെ സഹായിക്കാനാ നോക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇതുപോലുള്ള ഒരു വാഴ, എടേ അവർക്ക് വയ്യടേ, ഇനിയെങ്കിലും വിടടേ, എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങുന്നേ? ഇത് പറയുമ്പോ നിങ്ങൾ പറയും, ഇത്രയും നാളെ നീ തന്നെയല്ലേ അവരെ കുറ്റം പറഞ്ഞേ. എടാ, അവർക്ക് വയ്യ. ആ സമയത്ത് അവര് കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഇങ്ങനൊരു മറുവശം ഉണ്ട് എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ വിട്ടു. അന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അസുഖം ഉണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുസുതി വന്നിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങ് നിർത്തി. അവർക്ക് ഒരു അസുഖം ഉണ്ട് എന്ന് അവര് തന്നെ വന്ന് പറഞ്ഞ് ആ സ്പോട്ടിൽ നിർത്തിയതാണിത്. പിന്നീട് ഞങ്ങൾ ആരും അതിന്റെ പിറകെ പോയിട്ടില്ല. ഇനിയിപ്പോ എന്ത് കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാലും വേണ്ട എന്ന് വെച്ച് തന്നെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ ഇടയിൽ കൂടെ ചില വാഴകൾ ഇമാതിരി പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്തു പോവും. കാരണം ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊല്ലാനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ ആദരാഞ്ജലികൾ വെച്ചിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എന്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എന്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അസുഖത്തിനായിട്ട് പിരിക്കണം എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നെ കുറിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ആദരാഞ്ജലികൾ പോസ്റ്റൊക്കെ ഇടാതിരിക്കുക. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ കുഞ്ഞു മോനുണ്ട്. അവർക്കൊക്കെ കാണുമ്പോൾ അത് വിഷമമാകും. മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്റെ ബെഡ്റൂമിലാണ്. ഞാൻ കൈക്ക് വയ്യ, എന്നാലും ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇച്ചിരി വേദന ഉണ്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടതാണ്. ഒരുപാട് പേരെ ഡ്രസ്സ് പറഞ്ഞ് ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അതുപോലെ സഹായിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകിച്ച് എന്റെ പേരിൽ എന്തോ പിരിവ് നടത്തുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. ഞാൻ അറിഞ്ഞിട്ടല്ല, എന്റെ സമ്മതത്തോടു കൂടിയല്ല. മനസ്സിലായോ? ഞാൻ ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല എന്റെ അസുഖത്തിനായിട്ട് പിരിക്കണം എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവര്, അവര് എനിക്ക് വന്ന കരിഷ്മനെ വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുന്ന കരിഷ്മ എന്ന് പറയുന്ന എന്റെ മാനേജറാണ്. അവളെ കോണ്ടാക്ട് ചെയ്താലും മതി, അവൾ എന്നെ അറിയിച്ചോളും. നിങ്ങൾ ഒന്നെങ്കിൽ നേരിട്ട് എന്റെ നമ്പറുള്ളവർ നേരിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കരീഷ്മ വഴി കോണ്ടാക്ട് ചെയ്യുക, എന്നെ അവൾ അറിയിച്ചോളും കേട്ടോ. അല്ല, ഞാൻ ഒരിക്കലും ഒരു പിരിവിന്റെ കാര്യമോ ഞാൻ ആവശ്യപ്പെട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും എന്നെ പറ്റി പിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്റെ ഉത്തരവാദിത്വം അല്ല. ഞാൻ ഒരിക്കലും ഒരു പിരിവ് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ വന്ന് കാണുകയും എനിക്ക് അത്രയും സന്തോഷം. അല്ലാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഒരു കരീഷ്മ എന്റെ മാനേജർ, അവൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ഒരാൾ അസുഖം വെച്ചിട്ട് ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിക്കരുത്.
നിങ്ങൾ പിരിക്കുവാണെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ ഇവരുടെ അസുഖം വെച്ചിട്ട് ദയവ് ചെയ്ത് ആ സമയം മുതലെടുക്കരുത്. സഹായിക്കാൻ താല്പര്യമുള്ളവര് ഇവരുടെ വീഡിയോ പോയി കണ്ടാൽ മതി. കാരണം നമ്മൾ ആ വീഡിയോ, ആ ഫുൾ ലെങ്ത് വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണുമ്പോൾ അവർക്ക് നല്ല റീച്ച് കിട്ടും. ആ റീച്ച് വഴി ക്യാഷും കയറും. ഇതുപോലുള്ള തട്ടിപ്പ് ചെന്ന് പെടാതിരിക്കുക. അതുകൊണ്ട് പിന്നെ സിബി മോനെ പറഞ്ഞില്ലേ, നിനക്ക് ഭയങ്കരമായിട്ട് പോസ്റ്റ് ഇടാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും കൊണ്ടുവന്ന് പോസ്റ്റ് ഇടുക. ഓക്കെ, അപ്പൊ ശരി.